പാലാ നഗരസഭയിൽ UDF ചെയർപേഴ്സണെതിരെ LDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസായി. LDF അവിശ്വാസത്തെ പിന്തുണച്ച 4 കോൺഗ്രസ് അംഗങ്ങളുടെ പിന്തുണയോടെയാണ് അവിശ്വാസം പാസായത്. ചർച്ചയിൽ പങ്കെടുക്കരുതെന്ന പാർട്ടി വിപ്പ് ലംഘിച്ചാണ് കോൺഗ്രസ് കൗൺസിലർമാർ അവിശ്വാസത്തിന് അനുകൂലമായി വോട്ട് ചെയ്തത്. പാലാ നഗരസഭയിൽ തുടക്കം മുതൽ UDFിൽ നിലനിന്ന അഭിപ്രായ ഭിന്നതയാണ് ഒടുവിൽ ഭരണനഷ്ടത്തിന് വഴിയൊരുക്കിയത്. LDF കൊണ്ടുവന്ന അവിശ്വാസം പാസ്സായതോടെ ദിയ ബിനു പുളിക്കക്കണ്ടം ചെയർപേഴ്സൺ പദവിയിൽ നിന്നും പുറത്തായി. നഗരസഭയിൽ ആകെ കൗൺസിലർമാരുടെ എണ്ണം 26, പ്രതിപക്ഷത്തുള്ളത് 12 പേർ മാത്രം. അവിശ്വാസം ചർച്ചയ്ക്കെടുത്തപ്പോൾ പ്രതിപക്ഷത്തിന് പുറമെ 5 ഭരണപക്ഷ അംഗങ്ങളും ഹാജരായി. കോൺഗ്രസിന്റെ കൗൺസിലർമാരായ 4 പേർക്ക് പുറമെ നിലവിലെ വൈസ് ചെയർപേഴ്സണായ സ്വതന്ത്ര അംഗം മായ രാഹുലും അവിശ്വാസത്തിനൊപ്പം നിന്നു. പ്രതിപക്ഷ നേതാവ് ബിജു പാലുപടവൻ അവതരിപ്പിച്ച അവിശ്വാസ പ്രമേയത്തെ 17 പേരും അനുകൂലിച്ച് വോട്ട് ചെയ്തു. ഞങ്ങളിത് വളർന്ന വഴിയുള്ള ഭരണം പിടിക്കാൻ വേണ്ടിയല്ല, മറിച്ച് പാലായിലൊരു ഈ കുടുംബ മുന്നണിയുടെ ആധിപത്യം അവസാനിപ്പിക്കും. ആധിപത്യം മീൻസ് ആധിപത്യമല്ല, അവരുടെ ഈ പ്രതികാര രാഷ്ട്രീയം അവസാനിപ്പിക്കണം. പിന്നെ MLAയും MP-യും അതുപോലെ തന്നെ ജോസഫ് ഗ്രൂപ്പും കഴിഞ്ഞ നിയമസഭാ ഇലക്ഷൻ കാലത്ത് നടത്തിയ കുടുംബ കൂട്ടായ്മ മുന്നണി നടത്തിയ അവിശുദ്ധ കൂട്ടുകെട്ടായിരുന്നു. ആ അവിശുദ്ധ കൂട്ടുകെട്ടിന്റെ ഫലമാണ് ഇപ്പോൾ നടന്നത്. അവിശ്വാസ പ്രമേയ ചർച്ചയിൽ പങ്കെടുക്കരുതെന്ന് DCC പ്രസിഡന്റ് കോൺഗ്രസ് കൗൺസിലർമാർക്ക് വിപ്പ് നൽകിയിരുന്നു. ഇത് ലംഘിച്ചാണ് 4 പേർ എത്തിയത്. എന്നാൽ വിപ്പ് കിട്ടിയില്ലെന്നാണ് കൗൺസിലർമാരുടെ പ്രതികരണം. ഇവർ സ്വതന്ത്ര മുന്നണിയാണ്, UDF അല്ല വഞ്ചിച്ചത്. UDF ഞങ്ങളെയാണ് ഇവർ വഞ്ചിച്ചത്. ഇവരെ DYFക്ക് സ്ഥലം വിട്ടുകൊടുക്കുന്നതിനനുസരിച്ച് ഇവർ UDF പ്രവർത്തകരുടെ മനോബലത്തെയാണ് ഇവർ ചോദ്യം ചെയ്തത്. നടപടി ഞങ്ങൾ വിപ്പ് ദയവായി നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഞങ്ങൾ വിപ്പുകൾ കയറ്റിട്ടില്ല, പിന്നെ ഞങ്ങൾ ഒപ്പിട്ടിട്ടില്ല. സെക്രട്ടറിക്ക് കൊടുത്ത കത്തിനകത്ത് ഞങ്ങൾ ഒപ്പിട്ട് കൊടുത്ത ഒരു കത്തും കൊടുത്തിട്ടില്ല. പിന്നെ ഞങ്ങളുടെ വികാരം ഇത് കോൺഗ്രസിന്റെ വികാരമാണ്, പാലാ നഗരസഭയുടെ വികാരമാണ്. അവിശ്വാസം കൊണ്ടുവന്നവരും പിന്തുണച്ചവരും ഉന്നയിച്ച ആക്ഷേപങ്ങൾ തള്ളുകയാണ് ദിയ ബിനു പുളിക്കക്കണ്ടം. ഞങ്ങൾ UDFനെയാണ് സപ്പോർട്ട് ചെയ്തത്. UDF പറഞ്ഞതാണ് ഇതുവരെ കേട്ടിട്ടുള്ളൂ, ഇനി അങ്ങനെ കേൾക്കുന്നുള്ളൂ. അപ്പം UDF നേതൃത്വം ഉള്ള അനുസരിച്ചാണ് ഞങ്ങൾ ഇതുവരെ പോയത്. അപ്പോൾ അവരുടെ തീരുമാനം വരുമെന്നാണ് വിചാരിച്ചിരുന്നത്, പക്ഷേ അങ്ങനെയല്ല വന്നത്. നേതൃത്വം പറഞ്ഞ അനുസരിക്കാതെ എന്ന് പറഞ്ഞാൽ അത് വിപ്പ് ലംഘിച്ചാണ് കുറച്ച് കൗൺസിലേഴ്സ് പോയത്. അവരോട് തന്നെ ചോദിക്കണമായിരിക്കും. സ്വതന്ത്ര കൂട്ടായ്മ ഇപ്പോഴും UDFിന്റെ ഭാഗമാണെന്നായിരുന്നു ബിനു പുളിക്കക്കണ്ടത്തിന്റെ പ്രതികരണം. ഞങ്ങളെ സംബന്ധിച്ച് ഇത് രാഷ്ട്രീയത്തെ രാഷ്ട്രീയപരമായിട്ടാണ് കാണുന്നത്. ഇത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൊണ്ടുവന്ന ഒരു അവിശ്വാസ പ്രമേയമാണ്. UDF ചെയർപേഴ്സൺ ദിയ ബിനു പുളിക്കക്കണ്ടം കഴിഞ്ഞ 7 മാസക്കാലമായി ചെയർപേഴ്സണായിട്ടിരുന്നത് സ്വതന്ത്ര കൂട്ടായ്മയുടെ ചെയർപേഴ്സണായിട്ടല്ല, ഐക്യ ജനാധിപത്യ മുന്നണിയുടെ UDFിൻ്റെ ചെയർപേഴ്സണായിട്ടാണ് ഇരുന്നത്. അപ്പോൾ UDF നേതൃത്വം ആണ് ഞങ്ങളോട് ആവശ്യപ്പെട്ടത്, ഞങ്ങൾ ഇന്ന് അവിശ്വാസത്തെ ഫേസ് ചെയ്യാൻ പറഞ്ഞത്. UDF നേതൃത്വം വിപ്പ് കൊടുത്തു. അത് കോൺഗ്രസിൻ്റെ 2 കൗൺസിലർമാരും ജോസഫ് ഗ്രൂപ്പിൻ്റെ 3 കൗൺസിലർമാരും KDPയുടെ ഒരു കൗൺസിലറും ഞങ്ങൾ 3 സ്വതന്ത്ര കൗൺസിലർമാരും പൂർണ്ണമായി അംഗീകരിച്ചു. അപ്പോൾ ഇത് ഇടതുപക്ഷ ജനാധിപത്യത്തിന് കൊണ്ടുവന്ന അവിശ്വാസത്തെ UDF നേരിട്ടു. ആർക്കും കേവല ഭൂരിപക്ഷമില്ലാത്ത നഗരസഭയിൽ തുടർ രാഷ്ട്രീയ നീക്കങ്ങളും ഏറെ ചർച്ചയാവും. സാംജിത് ആർപ്പൂക്കരയ്ക്കൊപ്പം സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.